രാത്രിയായപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവർ അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറയണേ എൻ്റെ ലെഫ്റ്റ് ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവെ വിട്ടുപോകാൻ പറയുകയും നമ്മളൊരു സാക്ഷ്യം കേൾക്കാൻ പോവുക. ഈ അദൃശ്യ മണ്ഡലത്തിൽ നന്മകൾ മാത്രമല്ല തിന്മയുടെ ഒരു ശക്തിയുണ്ട്. പിശാച് ഉണ്ടോ ഇല്ലയോ? നിന്റെ വാക്കിന് മുമ്പിൽ അത് മുട്ടുമടക്കും. ഈ സഹോദരിയുടെ സാക്ഷ്യം എനിക്കറിയാവുന്നവർ, സഹോദരിക്കൊരു നടുവിനൊരു പ്രയാസം പോലെ ഉണ്ടായി. അങ്ങനെ നാട്ടിൽ വന്നു ഒരു നാട്ടു ചികിത്സ പോലെ എന്തോ ചെയ്യാൻ. അങ്ങനെയാണോ? നാട്ടിൽ വന്ന് നടു തിരുമിക്കാം എന്നുള്ള രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയതാണ്. 8 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 8ാമത്തെ ദിവസം എനിക്കൊരു സിവിയർ റിയാക്ഷൻ ഉണ്ടായി. ഈ മരുന്നുകൾ ഈ സഹോദരിക്ക് പിടിച്ചില്ല. ഭയങ്കരമായ റിയാക്ഷൻ ഉണ്ടായിട്ട് അനഫ്ലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ നിന്ന് തന്നെ അവരുടെ തന്നെ അലോപ്പതി താഴെ ഇമർജൻസി ഉണ്ടായിരുന്നു. എമർജൻസിയിലോട്ട് എന്നെ കൊണ്ട്. അപ്പോൾ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആശുപത്രിയുടെ എമർജൻസിയിലേക്ക് മാറ്റി. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ ഹാർട്ട് റേറ്റ് എത്രയായിട്ട് കുറഞ്ഞു സിസ്റ്ററെ? ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ദേഹമെല്ലാം കയറി വീർത്തു, ദേഹത്തെല്ലാം റാഷസ് അടിക്കുന്നു. അപ്പോൾ എന്നെ എമർജൻസി ആയിട്ട് അവിടെ കൊണ്ടുപോയി ഒരു മെഡിസിൻ തന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തുനിന്ന് ഇവിടെ വീർക്കാൻ തുടങ്ങി. തൊണ്ടയുടെ അവിടെ നിന്ന് എൻ്റെ എയർവേ ബ്ലോക്ക് ആവുന്നതുപോലെ വീർക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവരൊരു എമർജൻസി ഇഞ്ചക്ഷൻ തന്ന് എന്നെ നേരെ ICUവിലോട്ട് മാറ്റി. അങ്ങനെ ICUവിൽ ഒരു ദിവസം, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറയുന്നു, ഒരു ദിവസം ICUവിൽ കിടന്നു. പിറ്റേ ദിവസം ഇറക്കി റൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് ഫ്ലൂയിഡ് മേളിലോട്ട് കെട്ടി എൻ്റെ തലയ്ക്കകത്തൊക്കെ എൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് ഫ്ലൂയിഡ് കയറി. എനിക്ക് തോന്നുന്നു എൻ്റെ തലയൊക്കെ സ്പോഞ്ച് പോലെ. അങ്ങനെ പിന്നെ തലമുടിയൊക്കെ വലിച്ചു പറിക്കാൻ തുടങ്ങി. അവർ വീണ്ടും എന്നെ ICUവിലോട്ട് കയറ്റി. അവിടെ വെച്ച് രാത്രിയായപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കുറയാൻ തുടങ്ങി. ഹാർട്ട് റേറ്റ് 40 താഴോട്ടൊക്കെ പോകാൻ തുടങ്ങി. 40 താഴെയൊക്കെ ഈ സഹോദരിയുടെ ഹാർട്ട് റേറ്റ് പോവും. രാത്രിയിൽ ഞെട്ടി ഉണരും അല്ലേ? ICUവിൽ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ വെച്ച് ലീഡ്സ് ഒക്കെ വെച്ച് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് കണ്ണടച്ചാലും അവർക്ക് അറിയാൻ പറ്റും ഹാർട്ട് ബീറ്റ്സ് കുറയുന്നു വന്ന്. അവർ പെട്ടെന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവർ അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറയണേ എൻ്റെ ലെഫ്റ്റ് ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ള മെഡിസിൻ തരുന്നു. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ ഹാർട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിനും കൂടെ ഒക്കെ കേൾക്കാൻ ഒരു നേഴ്സാണല്ലേ? അതെ. അതുകൊണ്ട് ഇതെല്ലാം അറിയാം. ഭയം ബാധിച്ചു. 40 എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു ശ്വാസ സ്റ്റേജിലേക്ക് വന്നു. കാർഡിയോളജി ഒക്കെ വരുന്നു. എല്ലാവരും എക്കോ എടുക്കുന്നു. ഹാർട്ടിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം കാർഡിയോളജി ക്ലിയറൻസ് തന്നെ എന്നെ റൂമിലോട്ട് മാറ്റി. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഖം എല്ലാം കൂടെ തടിച്ച് വീർക്കാൻ തുടങ്ങി. വീണ്ടും ICUന്ന് ഡോക്ടേഴ്സ് വന്നു. ചുരുക്കി ഞാൻ പറയാം, ഒടുവിൽ ഈ ആശുപത്രിക്ക് ഇത് വളരെ പ്രസിദ്ധമായൊരു ആശുപത്രിയാണ്. ആശുപത്രിക്ക് ഈ സഹോദരിയെ തുടർന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചിയിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഒരു ട്രോമ സിറ്റുവേഷനിലൂടെ ഞാൻ പോകുമ്പോഴാണ് സുനിൽ ബ്രദറും ഷൈൻ സിസ്റ്ററും കൊച്ചിയിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. വന്ന് ഡോക്ടറിനോട് സംസാരിച്ച് ആ നിലയിലേക്ക് പോകുമ്പോൾ സുനിൽ ബ്രദറും ഷൈൻ സിസ്റ്ററും ആ മുറിയിൽ ചെന്നപ്പോൾ ഈ സഹോദരിയുടെ അടുത്ത് ഈ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു. സുനിൽ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, സുനിൽ ബ്രദറെ, ഒരു ആർത്രൈറ്റിസ് ബാധിച്ച ഒരു സഹോദരി 18 വർഷമായി പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ ഉടുപ്പിടിക്കുന്ന മോള് വന്നിട്ടാണ്. ആ സഹോദരി ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ ദുരാത്മാവെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. എല്ലാവരും പറ, കാണുന്ന ലോകത്തിലെ പലതിനും പുറകിൽ കാണാത്തൊരു ലോകമുണ്ട് പറഞ്ഞാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവെ വിട്ടുപോകുമെന്ന് പറയുകയും ഈ ആർത്രൈറ്റിസ് ബാധിച്ച സഹോദരി അടിച്ചു തലത്ത് റോണൊക്കെ എഴുന്നേറ്റ് വരുന്നത് വളഞ്ഞിരുന്ന വിരലുകൾ നിവർന്ന അന്ന് മുതൽ ഇന്ന് വരെ സ്വന്തം കാര്യം. ഞാൻ പറഞ്ഞു, സുനിൽ ബ്രദർ ഇപ്പോൾ എന്തിനാ എന്നെ വിളിച്ചേ? സുനിൽ ബ്രദർ കഴിഞ്ഞ ദിവസം സുനിൽ ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടന്നില്ലേ? സുനിൽ ബ്രദറെ, എനിക്കിത് കണ്ടിട്ട് ഇത് രോഗമല്ല, രോഗ ആത്മാവാണ്. ഇത് രോഗ ആത്മാവാ. സ്വത്രം. സുനിൽ ബ്രദറെ കൈ ചൂണ്ടാൻ പറഞ്ഞു. ഞാൻ വാഗത്താനത്തിരുന്നും സുനിൽ ബ്രദർ അവിടെ നിന്നും ഷൈനി സിസ്റ്റമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവെ വിട്ടുപോകാൻ പറയുകയും ആശുപത്രി കിടക്കയിലേക്ക് അടിച്ച് താഴെ വീണു. ശരിയാണോ? തോമസ് ബ്രദർ എന്നെ കൊണ്ട് ആദ്യം ആക്ച്വലി സോറി ചോദിപ്പിച്ചു. സോറി പറയിപ്പിച്ചെന്ന് പറ. കയ്യപ്പിടിച്ച് പറ, സോറി പറയാമെങ്കിൽ ഒരുവിധപ്പെട്ട ഭൂതമൊന്നും കയറുകയെന്ന് പറഞ്ഞു. എന്തിനാ സോറി പറയിപ്പിച്ചേ? സൗജന്യമായി നമുക്ക് ലഭിച്ച
കർത്താവ് സൗജന്യമായി നമുക്ക് നൽകിയ ഒരു സംഭവം നമ്മുടെ അകത്തിരിക്കുമ്പം നമ്മൾ ഇതാണ് വലുത്, അവിടെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ആശ്രയിച്ചതിന്. തോംസ്മൻ ഒരു കാര്യം, കാൽവരി ക്രൂശാണ് നമ്മുടെ കിടക്ക. യേശു കാൽവരിയിൽ സകലതും ചെയ്ത് കഴിഞ്ഞതാണ്. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞു. അതിലുള്ള ആശ്രയത്തെക്കാട്ടിലുപരി ഞാൻ പറഞ്ഞ ചികിത്സിച്ചു, പക്ഷെ ആശ്രയിക്കരുത്. കയ്യെ പിടിച്ച് പറഞ്ഞു, വൈദ്യന്മാരിൽ ആശ്രയിക്കരുത്. ആശ്രയം ഒരാളിലേ ആകാവുള്ളൂ, യേശുവിൽ മാത്രം. അവരെയും ദൈവം ഉപയോഗിച്ചോട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാ ഞാൻ പറഞ്ഞു കൊടുത്തത്. നീ ആശ്രയം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ സോറ് ചോദിച്ചു. എന്നിട്ട് എന്നോട് കൈ ഉയർത്താൻ പറഞ്ഞു. ശ്വാസിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കട്ടിലേക്ക് മയങ്ങി വീണു. അന്ന് രാവിലെയും അതിൻ്റെ തലേദിവസവും ഞാൻ ഡോക്ടറിനോട് പറയുന്നുണ്ട്. അവർ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒരു കല്ലിരിക്കണ പോലെ. ഞാൻ വിചാരിക്കണം എൻ്റെ ഹാർട്ട് ഇപ്പം നിന്നു പോകും, കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പം പുറകിലും ഈ ചെസ്റ്റിൻ്റെ ഇവിടെയും ഭയങ്കരമായ കല്ലിരിക്കുന്ന പോലെ. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് എൻ്റെ ലങ്സൊക്കെ ക്ലിയറാണ്, കുഴപ്പമില്ലാന്ന്. പക്ഷേ ആ പ്രാർത്ഥിച്ച് ആ വീണ സമയത്ത് എൻ്റെ അകത്തുനിന്ന് ഈ സാധനം ഉരുണ്ടു പോകുന്നത് ഞാൻ അറിഞ്ഞു. കയ്യെ പിടിച്ചു പറ, ചുമട്ടുകൂലി പോലും കിട്ടത്തില്ല. എന്തിനിതൊക്കെ ചുമന്നുകൊണ്ട് പറഞ്ഞാട്ട്. ആ പ്രാർത്ഥിച്ച സമയം തന്നെ ഹാർട്ട് ബീറ്റ്സ് കൂടാൻ തുടങ്ങി. 70-80 40 നോക്കി നിൽക്കും. ഇതെല്ലാം കുത്തിയിട്ടിരിക്കുകയാണല്ലോ. സ്വത്രം ഈ പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയതും 30, 35, 40, 45, 50, 60, 70, 80. ഒരു ഹാലേലിയോ എന്നൊക്കെ പറഞ്ഞ് കട്ടിലേ കിടക്കുവാണല്ലോ, എനിക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. ദേഹമൊക്കെ അതുപോലെ വെയിറ്റ് വലിച്ച പോലെയാണ്. ഫുൾ സ്വെല്ല് ചെയ്ത് എനിക്ക് 2 ദിവസം കൊണ്ട് 8 IV ക്യാനുലേറ്റ് അതുപോലെ സ്വെല്ല് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പം ഈ സുനിൽബ്രദറിനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു, അന്യഭാഷയിൽ ആരാധിക്കാൻ പറഞ്ഞു. തോമസ് ബ്രദർ വെച്ച് കഴിഞ്ഞിട്ടും അവിടെ ഒരു 2 മണിക്കൂർ ഒരു ഭയങ്കരമായ ഒരു ആരാധനയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇറങ്ങി. ഞാൻ തുള്ളിച്ചാടാൻ തുടങ്ങി. വെയിറ്റ് ബാധിച്ചിരുന്ന എൻ്റെ ശരീരത്തിൽ ആ മണിക്കൂറിൽ തന്നെ, ആ അരമണിക്കൂറിൽ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റൽ റൂമിൽ തുള്ളിച്ചാടി ആരാധിക്കാൻ തുടങ്ങി. പിന്നെ അന്യഭാഷ പറയും തോറും എൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടാൻ തുടങ്ങി. ഞാൻ വിശ്വാസത്തിൽ പറയാൻ തുടങ്ങി, ഞാൻ അമൃതയിലോട്ടല്ല പോകുന്നത്, ഞാൻ തിങ്കളാഴ്ച വീട്ടിൽ പോകും, ഡിസ്ചാർജായി. അമൃതയിലോട്ട് കൊണ്ടുപോകാനിരുന്നയാളെ സ്വർഗീയ അമൃത അകത്തോട്ട് കയറിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നേരെ ഡിസ്ചാർജ് ചെയ്ത് അടൂർക്ക് വിട്ടു. ഇന്ന് ഇവിടെ വന്ന് നിങ്ങളോട് കാര്യം പറയാം.